WWE ചരിത്രത്തിലെ ഏറ്റവും വലിയ ബ്രോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? WWEയുടെ യൂട്യൂബ് ചാനലിൽ ഏറ്റവും കൂടുതൽ പേർ കണ്ടിട്ടുണ്ടായിരുന്ന ബ്രോളും അത് തന്നെയായിരുന്നു. അതെ, ബ്രോക്ക് ലെസ്നർ വേഴ്സസ് ജോൺ സീന. ജോൺ സീനയുടെ ചുണ്ടുപൊട്ടി ചോര ഒലിച്ചിട്ടുണ്ടായിരുന്ന ഒരു ബ്രോൾ തന്നെയായിരുന്നു അത്. ബ്രോക്ക് ലെസ്നർ അടിച്ച് പരുവമാക്കിയിട്ടുണ്ടായിരുന്നു സീനയെ. ആ ഒരു ബ്രോൾ മാത്രമല്ല, ഇവരുടെ ആ ഒരു ഫ്യൂഡിൽ നടന്നിട്ടുണ്ടായിരുന്ന എക്സ്ട്രീം റൂൾസ് മാച്ചിൽ ബ്രോക്ക് ലെസ്നറും ജോൺ സീനയും കൂടി ചോരക്കളി നടത്തിയിട്ടുണ്ടായിരുന്നു. WWEയുടെ PG എറയിൽ വളരെ കുറച്ച് മാച്ചുകൾ മാത്രമേ നമുക്കങ്ങനെ കിട്ടിയിട്ടുള്ളൂ. അതിലുള്ളൊരു മാച്ച് തന്നെയായിരുന്നു എക്സ്ട്രീം റൂൾസിൽ ഇവർ തമ്മിൽ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇവർ തമ്മിലുള്ള ഫ്യൂഡ് സ്റ്റാർട്ട് ചെയ്തത്? ബ്രോക്ക് ലെസ്നർ 8 വർഷത്തിന് ശേഷം എങ്ങനെയാണ് തിരിച്ചു വന്നത്? അദ്ദേഹം തിരിച്ചു വന്നതിന് ശേഷം ചെയ്തിട്ടുള്ള സ്റ്റോറി ലൈനുകൾ എന്തൊക്കെ? അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റിൽ എന്തൊക്കെയാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്? ഈ കാര്യങ്ങളെല്ലാം തന്നെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. വെൽക്കം ടു സാറ്റർഡേ നൈറ്റ് സ്റ്റോറി. റസൽമേനിയ 28 കഴിഞ്ഞതിന് ശേഷമുള്ള റോ എപ്പിസോഡ്. റസൽമേനിയ 28 എടുത്തു പറയത്തക്കുള്ള മാച്ച് ജോൺ സീന വേഴ്സസ് റോക്ക് തമ്മിലുള്ള ഒരേ ഒരു തവണ മാത്രം നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന മാച്ച്. ജോൺ സീനയുടെ കരിയറിലെ ഏറ്റവും ഹൈപ്പ് കൂടിയിട്ടുണ്ടായിരുന്ന മാച്ച്. ആ ഒരു മാച്ചിൽ വിജയം റോക്കിന്റെ കൈകളിലായിരുന്നു. ശരിക്കും ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ജോൺ സീനയെ ഫാൻസ് എല്ലാവരും ബൂ ചെയ്തു തുടങ്ങുന്ന, ജോൺ സീനയെ ഫാൻസ് എല്ലാവരും കളിയാക്കി തുടങ്ങുന്ന ഒരു സമയം തന്നെയായിരുന്നു. കാരണം റോക്കിന് അത്രത്തോളം ഫാൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു റസൽമേനിയ കഴിഞ്ഞതിന് ശേഷമുള്ള റോ എപ്പിസോഡിൽ ജോൺ സീന വരികയുണ്ടായി. സീന വന്നപ്പോൾ തന്നെ ഫാൻസ് മുഴുവൻ സീനയെ കൂക്കി വിളിക്കുന്നുണ്ടായിരുന്നു. റസൽമേനിയയിൽ റോക്കിനെതിരെ താൻ തോൽക്കുമെന്നുള്ളത് പ്രതീക്ഷിച്ചിട്ടില്ല. താൻ എക്സ്ക്യൂസുകളൊന്നും തന്നെ നടത്താൻ വേണ്ടിയിട്ടല്ല വന്നത്. റോക്കിനെ തോൽപ്പിക്കും എന്നുള്ളത് താൻ ശരിക്കും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ തോൽക്കുന്നതെല്ലാം തന്നെ എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യങ്ങളാണല്ലോ. അതുപോലെ തന്നെയാണ് തനിക്കും സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ ഫാൻസ് മുഴുവൻ ലൂസർ എന്നുള്ളതും യെസ് എന്നുള്ളതും ചാൻറ്റുകളുമായിട്ടായിരുന്നു അവിടെ നിന്നിട്ടുണ്ടായിരുന്നത്. തൻ്റെ കരിയറിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാച്ച് തന്നെയായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതൊരു ബിഗ് മൊമെൻ്റ് ആക്കാൻ വേണ്ടി തനിക്ക് കഴിഞ്ഞില്ല. തന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട്. ആരോടെങ്കിലും ഞാൻ പ്രോമിസ് ചെയ്തിട്ടുണ്ട്, ആ പ്രോമിസ് ഞാൻ നിറവേറ്റിയിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം. റോക്ക് ഒരു ചാമ്പ്യനാണ്, റോക്ക് ഒരു ഇൻസ്പിറേഷനാണ്, റോക്ക് WWEയിലെ ഗ്രേറ്റസ്റ്റ് സൂപ്പർ സ്റ്റാറാണ്. അതും പോരാഞ്ഞിട്ട് റസൽമേനിയയിലെ ഏറ്റവും ബെറ്റർ മാൻ ആയിട്ടുള്ളത് റോക്ക് തന്നെയാണ് എന്നുള്ളത് ജോൺ സീന അവിടെ വെളിപ്പെടുത്തുകയുണ്ടായി. അങ്ങനെ ജോൺ സീന സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം റോക്കിനോട് എനിക്ക് പേഴ്സണലി ഒന്ന് മാപ്പ് പറയണം എന്നുള്ള രീതിയിൽ റോക്കിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയുണ്ടായി. പക്ഷേ റോക്ക് വന്നില്ല. ജോൺ സീന കുറച്ചു നേരം കാത്തിരുന്നു. അപ്പോൾ അവിടെയുള്ള ചാൻറ്റുകൾ മുഴുവൻ ഉണ്ടായിരുന്നത് വി വോണ്ട് ലെസ്നർ, വി വോണ്ട് ലെസ്നർ എന്നായിരുന്നു. 8 വർഷങ്ങൾക്ക് മുമ്പേ WWEയിൽ നിന്നും പോയിട്ടുണ്ടായിരുന്ന ബ്രോക്ക് ലെസ്നറെയാണ് ഫാൻസ് മുഴുവൻ കാത്തിരിക്കുന്നത്. അപ്പോൾ അതാ വരുന്നു ബ്രോക്ക് ലെസ്നർ. ബ്രോക്ക് ലെസ്നറിന്റെ മ്യൂസിക് അവിടെ കേട്ടു. ലെസ്നർ റിങ്ങിലേക്ക് നടന്നു വരികയുണ്ടായി. സീന ലെസ്നറെ കൈയടിച്ചുകൊണ്ട് ക്ഷണിക്കുകയുണ്ടായി. എന്നിട്ട് രണ്ടുപേരും കൈകൊടുത്തു ഉടനെ തന്നെ ബ്രോക്ക് ലെസ്നർ അതാ സീനയെ എടുത്തു F5. ഫാൻസിന് മുഴുവൻ ഒരു അന്താളിപ്പ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ബ്രോക്ക് ലെസ്നർ വന്ന് എന്താണ് ചെയ്തത്? അതോടുകൂടി ആ ഒരു ഷോ അവസാനിച്ചു. ശരിക്കും ഈ ഒരു ഷോക്ക് ശേഷമായിരുന്നു റോ ആഫ്റ്റർ റസൽമേനിയ എന്നുള്ളത് അത്രത്തോളം ഫേമസ് ആയിട്ടുണ്ടായിരുന്നത്. എല്ലാവരും റസൽമേനിയയ്ക്ക് ശേഷമുള്ള റോ എപ്പിസോഡിലേക്ക് കാത്തിരിക്കാനുള്ള കാരണവും ഈ ഒരു ഒറ്റ സെഗ്മെന്റ് കൊണ്ട് തന്നെയായിരുന്നു. പിന്നീട് തൊട്ടടുത്ത ആഴ്ച WWEയുടെ ജനറൽ മാനേജർ ആയിട്ടുണ്ടായിരുന്ന ജോൺ ലോറിനാറ്റിസ് റിങ്ങിലേക്ക് വന്നുകൊണ്ട് ബ്രോക്ക് ലെസ്നറെ വിളിക്കുകയുണ്ടായി. ബ്രോക്ക് ലെസ്നർ ന്യൂ ഫേസ് ഓഫ് WWE ആണെന്നുള്ളത് പറയുകയുണ്ടായി. തന്നെ സൈൻ ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട് എന്നുള്ളത് ലോറിനാറ്റിസിനോട് പറഞ്ഞു. അതുപോലെ തന്നെ ലോറിനാറ്റിസ് വിളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ താൻ WWEയിലേക്ക് വരാനേ ചാൻസ് ഇല്ലായിരുന്നു എന്നുള്ളതും ബ്രോക്ക് പറയുകയുണ്ടായി. അപ്പോൾ തന്നെ അതാ വരുന്നു നമ്മുടെ ജോൺ സീന. സീന വന്നുകൊണ്ട് ബ്രോക്കിൻ്റെ നേരെ അടുത്ത് ബ്രോക്കിൻ്റെ മോന്ത കിട്ടിയൊരു 1.5 അടിയായിരുന്നു അടിച്ചിട്ടുണ്ടായിരുന്നത്. അതാ കിടക്കുന്നത് രണ്ടുപേരും കൂടി തല്ലോട് തല്ലി റിങ്ങിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുന്ന ബ്രോക്ക് ലെസ്നറെയും ജോൺ സീനയെയും നമ്മൾ കണ്ടു. റഫറിമാർ എല്ലാവരും വന്ന് പിടിച്ചു വെച്ചു, നടന്നില്ല. WWEയുടെ ലോക്കർ റൂം മുഴുവൻ വന്ന് പിടിച്ചു വെച്ചു. രണ്ടുപേരെയും 2 കോർണറിലേക്കാക്കി. ഇത്രത്തോളം ഭയാനകമായിട്ടുള്ള ഒരു ബ്രോൾ WWE ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. അത്രയും കാലം ശത്രുക്കളായിട്ടുണ്ടായിരുന്നവർ വരെ ഇവരെ രണ്ടുപേരെയും പിടിച്ചു വെക്കാൻ വേണ്ടി ഒന്നായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര റിയൽ ആയിട്ട് ഫാൻസിന് എല്ലാവർക്കും തോന്നിയിട്ടുണ്ടായിരുന്നു. ബ്രോക്കിന്റെ ഇടി എന്ന് പറഞ്ഞാൽ ഒരു 1.5 ഇടിയായിരുന്നു. ജോൺ സീനയുടെ മൂക്കും ചുണ്ടും പൊട്ടി ചോര വാർന്നൊഴുകുന്നുണ്ടായിരുന്നു. രണ്ടുപേരെയും പിടിച്ചു വെക്കും, അവർ കുറച്ചു നേരം നിൽക്കും, വീണ്ടും അവർ ഓടിപ്പോകും, വീണ്ടും അവർ ഫൈറ്റ് ചെയ്യും. ഇത് തന്നെയായിരുന്നു പരിപാടി. ആദ്യം ബ്രോക്ക് ലെസ്നർ പോകും, പിന്നെ ജോൺ സീന പോകും, പിന്നെയും ബ്രോക്ക് പോകും, പിന്നെയും സീന പോകും. അങ്ങനെ ആയിരുന്നു. ഏറ്റവും അവസാനം രണ്ടുപേരെയും പിടിച്ചു മാറ്റി കൊണ്ടുപോകുന്നിടത്തായിരുന്നു ആ ഒരു സെഗ്മെന്റ് അവിടെ അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. അന്നത്തെ ആ ഒരു റോ എപ്പിസോഡിൽ തന്നെ ഏറ്റവും അവസാനം ജോൺ സീന വേഴ്സസ് ഡേവിഡ് ഒട്ടുങ്ക തമ്മിലുള്ള ഒരു മാച്ച് നടന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു മാച്ച് ഒരു നോർമൽ മാച്ച് തന്നെയായിരുന്നു. നമുക്കൊന്ന് ഓർമ്മിച്ച് വെക്കാൻ വേണ്ടി പോലുമുള്ള മൊമെന്റുകൾ ആ മാച്ചിലില്ലായിരുന്നു. ഏറ്റവും അവസാനം ഒരു ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ട് ജോൺ സീന ആ ഒരു മാച്ചിൽ തന്റെ സബ്മിഷൻ മൂവും കൂടി ചെയ്ത് വിജയിക്കുകയുണ്ടായി. ആ ഒരു മാച്ച് കഴിഞ്ഞ് നിൽക്കുന്ന സീനയെ പുറകിൽ നിന്നും വന്നുകൊണ്ട് ബ്രോക്ക് ലെസ്നർ ഒരു ലോ ബ്ലോ ചെയ്തു. എന്നിട്ട് വീണ്ടും എഴുന്നേറ്റ് നിന്നിട്ടുണ്ടായിരുന്ന സീനയ്ക്ക് അതാ കിടക്കുന്നു F5 അഗെയിൻ. സീനയെ പപ്പടം പൊടിക്കുന്നത് പോലെ ബ്രോക്ക് ലെസ്നർ അവിടെ പൊടിക്കുകയുണ്ടായി. പിന്നീട് നടന്നിട്ടുണ്ടായിരുന്ന റോ എപ്പിസോഡിൽ ജോൺ സീന വരികയുണ്ടായി.
സീന വന്നുകൊണ്ട് ഈ കഴിഞ്ഞ റസൽമേനിയ ഒരു എൻഡ് ഓഫ് എറ ആണ് എന്നുള്ളത് പറയുകയുണ്ടായി. തൻ്റെ കരിയറും കൂടി അവസാനിക്കാൻ വേണ്ടി പോവുകയാണ്. ലോറിനൈറ്റിസിൻ്റെ കൺട്രോൾ വന്നതോടുകൂടി തനിക്കിനി ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല, തൻ്റെ കരിയർ അവസാനിപ്പിക്കുകയാണ് എന്നുള്ളതായിരുന്നു സീന പറഞ്ഞത്. ലോറിനൈറ്റിസിന് തന്നെ ഫയർ ചെയ്യാൻ ധൈര്യമില്ലാഞ്ഞിട്ടാണ് ബ്രോക്ക് ലെസ്നറെ പോലെയുള്ള ഒരു വ്യക്തിയെ കൊണ്ടുവന്നുകൊണ്ട് തന്നെ അറ്റാക്ക് ചെയ്ത് തന്നെ ഇവിടെ നിന്നും ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ബ്രോക്ക് ലെസ്നർ എന്ന് പറഞ്ഞാൽ ഡിസ്ട്രക്ഷനാണ്, പെയിനാണ്, ഡോമിനൻസ് ആണ്. ഫാൻസിനെയോ അതുപോലെ തന്നെ ഇവിടെയുള്ള ബാക്കിയുള്ള ഒരു കാര്യവും ബ്രോക്ക് ലെസ്നർ ചിന്തിക്കുക പോലുമില്ല എന്നുള്ളതും തനിക്ക് എക്സ്ട്രീം റൂൾസിൽ വെച്ച് നല്ല അടി കിട്ടിയാലും താൻ തൻ്റെ ഫൈറ്റിംഗ് നിർത്തില്ല എന്നും ജോൺ സീന അവിടെ പറയുകയുണ്ടായി. അപ്പോൾ തന്നെ ലോറിനൈറ്റിസ് ഇടയ്ക്ക് കയറി പറയുകയുണ്ടായി, ഇത് പീപ്പിൾ പവർ എറയാണ്, പഴയ എറയെല്ലാം തന്നെ അവസാനിച്ചു, ഈ എറയുടെ ഫേസ് ഓഫ് ദി കമ്പനി ആയിട്ടുള്ളത് ബ്രോക്ക് ലെസ്നർ ആയിരിക്കും. എക്സ്ട്രീം റൂൾസിലേക്ക് വേണ്ടിയിട്ട് ബ്രോക്ക് ലെസ്നർ വേഴ്സസ് ജോൺ സീന തമ്മിലുള്ള ഒരു മാച്ചും കൂടി കൺഫേം ആക്കിയിട്ടുണ്ട് എന്നുള്ളത് ലോറിനൈറ്റിസ് പറഞ്ഞു. അതുപോലെ അടുത്ത ആഴ്ച ജോൺ സീന വേഴ്സസ് ബ്രോക്ക് ലെസ്നർ തമ്മിലുള്ള ഒരു കോൺട്രാക്ട് സൈനും കൂടി ഉണ്ടായിരിക്കുമെന്നും പറയുകയുണ്ടായി. അങ്ങനെ ആ ഒരു റോ എപ്പിസോഡിൽ ജോൺ സീന വേഴ്സസ് ഒരു സർപ്രൈസ് വ്യക്തി തമ്മിലുള്ള എക്സ്ട്രീം റൂൾസ് മാച്ച് ഉണ്ടാകുമെന്നുള്ളത് ലോറിനൈറ്റിസ് പറയുകയുണ്ടായി. മാച്ചിന്റെ സമയമായപ്പോഴേക്കും ആളെ വെളിപ്പെടുത്തി ലോർഡ് ടെൻസായി ആയിരുന്നു ഒപ്പോണന്റ് ആയിട്ടുണ്ടായിരുന്നത്. ഇവർ രണ്ടുപേരും തമ്മിലുള്ള നല്ലൊരു ഫൈറ്റ് നടന്നു. ടെൻസായുടെ കൂടെ ഒട്ടുങ്കയും വന്നിട്ടുണ്ടായിരുന്നു. ഒട്ടുങ്ക ഈ ഒരു മാച്ചിന് ഇടയ്ക്കിടയ്ക്കെല്ലാം തന്നെ വന്ന് ഇന്റർഫിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏറ്റവും അവസാനം ജോൺ സീന ഒരു STF ചെയ്തുകൊണ്ട് ഒട്ടുങ്കയെ തോൽപ്പിക്കാൻ വേണ്ടി, ഒട്ടുങ്കയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നോക്കി. ആ STF ചെയ്ത് സീന തിരിഞ്ഞതും അതാ കിടക്കുന്നു ഗ്രീൻ മിസ്റ്റ്. ടെൻസായി തന്റെ വായിൽ നിന്നും ഗ്രീൻ മിസ്റ്റ് സീനയുടെ കണ്ണുകളിലേക്ക് തുപ്പുകയുണ്ടായി. അതോടുകൂടി സീനയ്ക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞില്ല. സീന അവിടെ തോറ്റു. ബ്രോക്ക് ലെസ്നറുമായിട്ടുള്ള ജോൺ സീനയുടെ എക്സ്ട്രീം റൂൾസ് മാച്ചിൽ പോകുന്നതിന് മുമ്പേ സീനയെ ഒന്ന് വീക്കാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ലോറിനൈറ്റിസ് ഇങ്ങനെയൊരു പണിഷ്മെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഫാൻസിന് മുഴുവൻ സീനയോട് സിമ്പതി തോന്നിയിട്ടുണ്ടായിരുന്നു ആ ഒരു മാച്ചിലൂടെ. അതോടുകൂടി തന്നെ ലോർഡ് ടെൻസായി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ക്യാരക്ടർ വേറെ ലെവലിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടുത്ത ആഴ്ചയായി ജോൺ സീന വേഴ്സസ് ബ്രോക്ക് ലെസ്നർ തമ്മിലുള്ള മാച്ചിന്റെ കോൺട്രാക്ട് സൈനിങ്ങിന്റെ സമയമായി. റോ എപ്പിസോഡ് തുടങ്ങിയപ്പോൾ തന്നെ ജോൺ സീന റിംഗിലേക്ക് വന്നു. സീന വന്നുകൊണ്ട് ബ്രോക്ക് ലെസ്നറെ കാത്തു നിന്നു. ബ്രോക്കിന്റെ മ്യൂസിക് വന്നപ്പോൾ ബ്രോക്ക് വന്നില്ല, ലോറിനൈറ്റിസ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ലോറിനൈറ്റിസ് വന്നുകൊണ്ട് ടെഡി ലോങ്ങിനോട് സീനയെ റിംഗിൽ നിന്ന് ഇപ്പോൾ തന്നെ ഇറക്കിവിട് എന്നുള്ളതെല്ലാം തന്നെ പറഞ്ഞു. അതുപോലെ തന്നെ സീനയുടെ റോ എപ്പിസോഡിലെ അവസാന രാത്രിയായിരിക്കും ഇത് എന്നുള്ളതും ലോറിനൈറ്റിസ് പറയുകയുണ്ടായി. എന്നിട്ട് എല്ലാവരെയും റോ എപ്പിസോഡിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ബ്രോക്ക് ലെസ്നർ എപ്പോഴാണ് വരുന്നത് ആ സമയത്ത് നമുക്ക് പരിപാടി നടത്തിയാൽ മതി എന്നുള്ളതായിരുന്നു ലോറിനൈറ്റിസിന്റെ വാദം. പക്ഷേ അപ്പോൾ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത മറ്റൊരു വ്യക്തി അവിടേക്ക് വരികയുണ്ടായി. WWE നിന്നും റിട്ടയർ ചെയ്തിട്ടുണ്ടായിരുന്ന ഹോൾ ഓഫ് ഫെയിമിലേക്ക് പോയിട്ടുണ്ടായിരുന്ന ജോൺ സീനയുടെ ഏറ്റവും വലിയ എതിരാളികളിൽ ഒരാളായിട്ടുണ്ടായിരുന്ന എഡ്ജ് അദ്ദേഹത്തിന്റെ മുടിയെല്ലാം തന്നെ വെട്ടി ഹോൾ ഓഫ് ഫെയിമിൽ വന്നിട്ടുണ്ടായിരുന്നു. അതേ ലുക്കിൽ തന്നെയായിരുന്നു ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ തന്റെ കോൺട്രാക്ട് അവസാനിക്കും, അതിനുശേഷം തനിക്ക് ഈ ഒരു ഷോയിലേക്ക് വരാൻ കഴിയില്ലല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് താൻ ഇപ്പോൾ വന്നിട്ടുള്ളത് എന്ന് എഡ്ജ് പറഞ്ഞു. ഇപ്പോഴുള്ള ജോൺ സീനയെ, ഈ ഒരു ജോൺ സീനയെ എനിക്ക് കണ്ടാൽ മനസ്സിലാകുന്നില്ല. ഞാൻ കണ്ടിട്ടുള്ള റിയൽ സീനയെ, ദ ഫൈറ്റർ സീനയെ, തന്റെ ഏറ്റവും വലിയ എതിരാളിയായിട്ടുള്ള സീനയെ, തന്നെ TLCയിൽ തോൽപ്പിച്ച സീനയെ, ആ സീനയോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. താനും സീനയും ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന ആളുകളാണ്. പക്ഷേ രണ്ടുപേർക്കും ഒരേ ഒരു കാര്യത്തിനോടെ താല്പര്യമുള്ളൂ, അത് ഈ ഒരു ബിസിനസ്സിനോടാണ്, ഈ ഒരു റെസ്ലിങ്ങിനോടാണ്. ബ്രോക്ക് ലെസ്നറിന് റെസ്ലിങ്ങിനെ കുറിച്ച് ഒരു താല്പര്യവുമില്ല, ഫാൻസിനെ കുറിച്ച് ഒരു ബോധവുമില്ല. ബ്രോക്കിന് ആകെ വേണ്ടത് പണം മാത്രമാണ്. ബ്രോക്കിന്റെ തിരിച്ചുവരവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോൺ മൈക്കിൾസിനെയും അണ്ടർടേക്കറിനെയും പോലെ കഷ്ടപ്പെടുന്നവർക്ക് മുഖത്ത് കിട്ടിയ ഒരു അടി പോലെയാണ്. സീന, ഇനിയെങ്കിലും നീ എഴുന്നേൽക്ക്, നീ ഉറങ്ങിയിരിക്കല്ലേ. നമ്മുടെ ബിസിനസ്സിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി നീ മാത്രമേ ഉള്ളൂ. നീ ലെസ്നറിനെ തോൽപ്പിക്കുമോ എന്ന് ഞാൻ ചോദിക്കുകയല്ല, നിന്നോട് ഞാൻ പറയുകയാണ്, നീ ലെസ്നറിനെ എന്തായാലും തോൽപ്പിച്ചിരിക്കണം. ഇങ്ങനെയും പറഞ്ഞുകൊണ്ടായിരുന്നു എഡ്ജ് അവിടെ നിന്നും പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതേ റോ എപ്പിസോഡിന്റെ മെയിൻ ഇവന്റായി ജോൺ ലോറിനൈറ്റിസ് വന്നു, ബ്രോക്ക് ലെസ്നർ വന്നു. ബ്രോക്ക് വന്ന് ജോൺ സീനയെ കാത്തിരുന്നു, പക്ഷേ സീന അവിടേക്ക് വന്നില്ല. അപ്പോൾ തന്നെ ബ്രോക്ക് ലെസ്നർ പറഞ്ഞു സീന വരാത്തത് സീനയ്ക്ക് തന്നെ പേടിയായതുകൊണ്ടായിരിക്കാം. ലോറിനൈറ്റിസുമായിട്ട് തനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ഡിമാൻഡുകൾ ബ്രോക്ക് പറയുകയുണ്ടായി. ഇനി എന്ത് ഡിസിഷൻ WWE എടുക്കണമെന്നുണ്ടെങ്കിലും അത് ബ്രോക്കിലൂടെ മാത്രമേ പോകാൻ പാടുള്ളൂ. 2, വിൻസ് മക്മാന്റെ പ്രൈവറ്റ് ജെറ്റ് വീക്ക്ലി ട്രാവലിന് വേണ്ടി തനിക്ക് കിട്ടണം. 3, ബ്രോക്ക് ലെസ്നർ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ബ്രോക്കിന് മാത്രം ഫൈൻ ഇടാൻ പാടില്ല. 4, ബ്രോക്ക് ലെസ്നർ തനിക്ക് എപ്പോഴൊക്കെ വേണമെന്നുണ്ടെങ്കിലും ആ സമയത്തെല്ലാം തന്നെ വരാനുള്ള ഒരു അനുമതി കിട്ടണം. 5, തനിക്ക് സാലറി കൂട്ടിത്തരണം. 6, മൺഡേ നൈറ്റ് റോ എന്നുള്ള പേര് മാറ്റിയിട്ട് മൺഡേ നൈറ്റ് റോ സ്റ്റാറിംഗ് ബ്രോക്ക് ലെസ്നർ എന്നുള്ളതും കൂടി വിളിക്കണം. ഇത്രയും കാര്യങ്ങളായിരുന്നു ബ്രോക്ക് തന്റെ ഡിമാൻഡാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ മണ്ടൻ ലോറിനൈറ്റിസ് ഇതെല്ലാം തന്നെ എഗ്രി ചെയ്യുകയുണ്ടായി. അത് എഗ്രി ചെയ്തതോടെ ബ്രോക്ക് ലെസ്നർ ആ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്തു. ജോൺ സീന അപ്പോൾ തന്നെ റിങ്ങിലേക്ക് വരികയുണ്ടായി. സീനയുടെ കഴുത്തിൽ ഒരു ചെയിൻ ഉണ്ടായിരുന്നു, തന്റെ തെക്കണോമിക്സ് ക്യാരക്ടറിൽ താൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന അതേ ചെയിൻ. സീന അങ്ങനെ ആ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യുകയുണ്ടായി. സൈൻ ചെയ്ത് ആ കോൺട്രാക്ട് എടുത്ത് ബ്രോക്കിന് നേരേക്ക് എറിഞ്ഞു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിന്നു. മിക്കവാറും ഒരു അടി പൊട്ടുമെന്നുള്ളത് ഉറപ്പായി. സീനയുടെ കയ്യിലാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ചങ്ങലയും ഉണ്ടായിരുന്നു. ബ്രോക്ക് സീനയെ ഒന്ന് പേടിപ്പിച്ചു. പക്ഷെ അവർ തമ്മിൽ ഒരു ഫൈറ്റും അവിടെ നടന്നില്ല. പിന്നീട് നടക്കാൻ വേണ്ടി പോകുന്നത് WWE എക്സ്ട്രീം റൂൾസ് 2023
2012. ഇതൊരു ഒന്നൊന്നര മാച്ച് തന്നെയായിരുന്നു. ബ്രോക്ക് ലെസ്നറിന്റെ തിരിച്ചുവരവിന് ശേഷമുള്ള ആദ്യത്തെ മാച്ചായിരുന്നു. എക്സ്ട്രീം റൂൾസിലെ എക്സ്ട്രീം റൂൾസ് സ്റ്റിപ്പുലേഷനോട് കൂടിയിട്ടുണ്ടായിരുന്ന മാച്ചും കൂടിയായിരുന്നു ഇത്. മാച്ച് തുടങ്ങി 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും തന്റെ കൈമുട്ട് ഉപയോഗിച്ച് ജോൺ സീനയുടെ തലക്കിട്ടടിച്ച് സീനയുടെ തലയിൽ നിന്നും ചോര വാർന്നൊഴുകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ബ്രോക്ക് വെറുതെ മത്സരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ റെസ്റ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടില്ല, സീനയെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നതെന്ന് അതിലൂടെ നമ്മൾ മനസ്സിലാക്കി. മെഡിക്കൽ ടീമെല്ലാം തന്നെ വന്ന് ഒരു ടവൽ ഉപയോഗിച്ച് സീനയുടെ തലയ്ക്ക് പിടിച്ചു കൊടുക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ കണ്ടു. എന്നിട്ടുമുണ്ടോ ബ്രോക്ക് നിർത്തുന്നു. ബ്രോക്കിന്റെ കയ്യിൽ നിന്നും സീനയ്ക്ക് വീണ്ടും 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 തല്ല് കിട്ടുകയേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു മാച്ചിന്റെ ഇടയ്ക്ക് റഫറിയെ അറിയാതെ ഇവർ തട്ടിയിടുകയും ഉണ്ടായി. റഫറി ആണെങ്കിൽ റിംഗ് സൈഡിൽ കിടക്കുകയും ചെയ്തു. സീന വരുന്ന സമയത്ത് ആ ഒരു ചങ്ങലയുമായിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. എങ്ങനെയെങ്കിലും ചങ്ങല ഉപയോഗിച്ച് അടിക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ടെങ്കിലും സീനയ്ക്ക് അത് കഴിഞ്ഞില്ല. സീനയുടെ കാലിൽ ചങ്ങല കെട്ടി സീനയെ ടേൺ ബക്കിളിൽ തൂക്കിയിട്ടുകൊണ്ട് ബ്രോക്ക് സീനയെ അടിച്ചുകൊണ്ടേയിരുന്നു. എന്നിട്ട് റഫറിയെ എഴുന്നേൽപ്പിച്ച് നിർത്തി ഒന്ന് വേഗം പിഞ്ചേ എനിക്ക് മാച്ച് തീർക്കണം എന്നുള്ളത് പറയുകയുണ്ടായി. എന്നിട്ട് സീനയെ FI ചെയ്തു. പക്ഷെ ആ FI കൊണ്ടിട്ടുണ്ടായിരുന്നത് റഫറിയുടെ തലക്കായിരുന്നു. അപ്പോഴേക്കും മറ്റൊരു റഫറി വന്നെങ്കിലും ബ്രോക്കിന് വിജയിക്കാനായില്ല. തന്നെ വിജയിപ്പിക്കാത്തതുകൊണ്ട് റഫറിയെ വരെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ബ്രോക്ക് ലെസ്നർ. ഇത് എക്സ്ട്രീം റൂൾസ് മാച്ച് ആയതുകൊണ്ട് ഒരു വിധത്തിലും ഡിസ്ക്വാളിഫിക്കേഷൻ ഈ ഒരു മാച്ചിൽ ഉണ്ടായിരിക്കില്ല. അപ്പോഴതാ 3ാമത്തെയും 4ാമത്തെയും റഫറി വന്നു. ബ്രോക്ക് ലെസ്നർ സ്റ്റീൽ സ്റ്റെപ്പുകൾ എടുത്ത് റിംഗിലേക്ക് കയറി. എന്നിട്ട് ആ സ്റ്റെപ്പിന്റെ മുകളിൽ കിമുറ ലോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രോക്കിന്റെ ആ ഒരു ഹാൻഡ് ലോക്ക് ചെയ്യുകയുണ്ടായി. കഷ്ടപ്പെട്ട് സീന എങ്ങനെയൊക്കെയോ ബ്രോക്കിനെ അറ്റാക്ക് ചെയ്തു. സീന റിംഗ് സൈഡിൽ നിന്നും റിംഗിലേക്ക് കഷ്ടപ്പെട്ട് കയറുകയായിരുന്നു. അതാ ബ്രോക്ക് ഓടി വന്നൊരു ഒറ്റയടി സീനക്കിട്ട്. ബ്രോക്കും അതുപോലെ തന്നെ തലകുത്തി നിലത്തേക്ക് വീഴുന്നൊരു കാഴ്ച നമ്മൾ കണ്ടു. പക്ഷെ അപ്പോഴേക്കും സീനയുടെ കയ്യിൽ ചങ്ങലയുണ്ടായിരുന്നു. സീന വീണ്ടും ബ്രോക്ക് ഓടി വന്നപ്പോൾ ബ്രോക്കിന്റെ തലക്കിട്ട് ചങ്ങല കൊണ്ട് അടിച്ചു. ബ്രോക്കിന്റെ തല പൊട്ടി ബ്ലഡ് വരാൻ തുടങ്ങി. എന്നിട്ട് ബ്രോക്കിനെ എടുത്ത് സ്റ്റീൽ സ്റ്റെപ്പിന്റെ മുകളിലേക്ക് ഓരോ ഒന്നൊന്നര ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെന്റ്. അതോടുകൂടി ജോൺ സീന ഈസ് ദ വിന്നർ. ഏറ്റവും കൂടുതൽ അടിച്ചിട്ടുണ്ടായിരുന്നത് ബ്രോക്ക് ആയിരുന്നു എന്നുണ്ടെങ്കിലും മാച്ചിൽ വിജയമുണ്ടായിരുന്നത് സീനയുടെ കയ്യിൽ തന്നെയായിരുന്നു. ആ ഒരു മാച്ച് കഴിഞ്ഞ് സീന മൈക്ക് എടുത്തുകൊണ്ട് ഭയങ്കര വീരവാദം മുഴക്കുകയുണ്ടായി. താൻ കഷ്ടപ്പെട്ട് വിജയിച്ചു, ആ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു. ഇത് ഭയങ്കര കോൺട്രവേഴ്സിക്ക് ഇടവെക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ബ്രോക്ക് ലെസ്നറിന് ഈ കാര്യങ്ങളൊന്നും തീരെ ഇഷ്ടപ്പെട്ടില്ല എന്നെല്ലാം തന്നെ പറഞ്ഞ് ന്യൂസുകളും വന്നിട്ടുണ്ടായിരുന്നു. അതോടുകൂടി ഇവരുടെ ഫ്യൂഡ് അവിടെ അവസാനിക്കുകയുണ്ടായി. ജോൺ സീന ആ ഒരു ഫ്യൂഡിൽ അവസാനം വിജയിക്കുകയും ചെയ്തു. ഇതായിരുന്നു ജോൺ സീനയുടെയും ബ്രോക്ക് ലെസ്നറിന്റെയും 8 വർഷത്തിന് ശേഷമുള്ള 2012 കഥ. നിങ്ങൾക്ക് ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ആഴ്ച മറ്റേതെങ്കിലും സൂപ്പർ സ്റ്റാറിന്റെ മറ്റേതെങ്കിലും കിടിലൻ കഥയുമായിട്ട് ഞാൻ വരാം. അതുവരേക്കും ബൈ ഗായ്സ്.